മരണത്തിനു ശേഷം കുന്തിയും പുത്രന്മാരും പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. പുതിയ മുഖങ്ങൾ ഓരോന്നും അവരിൽ സൗഹൃദവും സ്നേഹവും പുലർത്തി. ആ സമയങ്ങളിൽ ഒരു മംഗല്യ വാർത്ത പാണ്ഡവരിൽ കേൾക്കാനിടയായി. ഏകചക്ര എന്ന ഇടത്തിലെ രാജാവിന്റെ മകളുടെ സ്വയംവരമായിരുന്നു. പക്ഷേ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു വിവാഹത്തിന്. തന്റെ മകളെ കല്യാണം കഴിക്കുന്നവൻ ആരാണോ അയാൾ ഒരു തികഞ്ഞ യോദ്ധാവായിരിക്കണമെന്ന തീരുമാനം ആ രാജാവിനുണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരു മത്സരം തന്നെ ആ രാജാവ് കരുതി വെച്ചിരുന്നു. അതിൽ വിജയം കൈവരിക്കുന്നവൻ ആരാണോ അയാളാണ് തന്റെ പുത്രിയുടെ പിന്നീടുള്ള ജീവിത പങ്കാളി. ഈ ഒരു വാർത്ത പാണ്ഡവരിൽ പ്രത്യേക കൗതുകം തന്നെ ഉണർത്തി. ആ മത്സരത്തിന് നമ്മളും പങ്കെടുക്കണമെന്ന അഭിപ്രായം അവർക്കിടയിൽ ഉദിച്ചു. പക്ഷേ ഒരാളിൽ മാത്രം ആ കൗതുകം അത്ര ഉണർന്നില്ല. അവരുടെ അഭിപ്രായത്തിനെതിരെയായി അയാൾ ശബ്ദമുയർത്തി. കാരണം ആ രാജ്യവും അവിടുത്തെ രാജാവിന്റെ നാമവും തന്നെയായിരുന്നു ദ്രുപദൻ. തന്റെ ഗുരുവിന്റെ ആഗ്രഹം നടത്തിക്കൊടുക്കുവാൻ വേണ്ടി ആ രാജ്യത്തിന്റെ രാജാവായ ദ്രുപദനെ തട്ടിക്കൊണ്ടുപോയത് അർജുനനായിരുന്നു. അതുകൊണ്ട് ഇതിനോടെതിരായി തന്നെ അയാൾ വിയോജിപ്പ് കാണിച്ചു. താൻ മത്സരത്തിന് പങ്കെടുക്കുന്നില്ല എന്ന തീരുമാനം അർജുനൻ മനസ്സിൽ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. കാറ്റുപോയി മറയുന്ന പോലെ ആ ദിവസം അങ്ങ് വന്നെത്തി. കൊട്ടാരത്തിലാകെ പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. സംഗീതത്തിന്റെ സപ്തസ്വരങ്ങൾ ഏകചക്രയിലാകെ പടർന്നുകൊണ്ടേയിരുന്നു. മഹാ ഉത്സവത്തിന്റെ ഒരു അനുഭൂതിയായിരുന്നു അവിടെ ആകെ. തങ്ങളുടെ രാജാവിന്റെ പുത്രിയുടെ ഭാവി വരനെ കാണുവാൻ അവിടെയുള്ള ജനങ്ങൾ തിങ്ങി നിറഞ്ഞു. വേദിയിൽ വിശിഷ്ട വ്യക്തികളും മറ്റ് രാജ്യങ്ങളിലെ രാജാക്കന്മാരും കുടുംബവും ഭാവി യുവരാജാക്കന്മാരും കർണനും ദുര്യോധനനും പിന്നെ പാണ്ഡവരും. എല്ലാവരുടെയും മുഖത്ത് സന്തോഷത്തിന്റെ പുഞ്ചിരി പതിഞ്ഞു, ഒരാളിലൊഴിച്ച്.